പെട്ടകത്തിന്റെ കതക് ദൈവം അടച്ചു. ഭൂമിയിൽ അവശേഷിക്കുന്ന പെട്ടകത്തിൽ കയറാത്ത സകലമാന മനുഷ്യരും ശ്വാസം കിട്ടാതെ വെള്ളത്തിനകത്ത് മരിക്കുകയാണ്. വെള്ളത്തിനകത്ത് പെട്ട് മരിക്കുകയാണ്. വെള്ളം കുടിച്ചു മരിക്കുകയാണ്. പക്ഷേ നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് സുരക്ഷിതമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഭൂമിയിലെ സകല വിപത്തുകളിൽ അകപ്പെടുവാൻ തന്റെ സഭയെ കർത്താവ് അനുവദിക്കാതെ പെട്ടകത്തിനകത്ത് കയറിയ നോഹയെ പോലെ, കുടുംബത്തെ പോലെ യേശുവിൽ വിശ്വസിക്കുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു സഭയെ അവൻ ചേർക്കാൻ വരാൻ പോകുകയാണ്. ഇനിയും വലിയ വലിയ കഷ്ടങ്ങളൊക്കെ വരാൻ പോകുക. കഴിഞ്ഞ സമയങ്ങളിൽ കൊറോണ വന്നപ്പോൾ തന്നെ ആളുകൾ വല്ലാതെ പേടിച്ചും വറങ്ങലിച്ചും ജോലി നഷ്ടപ്പെട്ടും പ്രതിസന്ധി അനുഭവിച്ചും ലോക്ക്ഡൌൺ അനുഭവിച്ചും വീട്ടിനകത്തിരുന്ന റെസ്റ്റിന്റെ കാലം. പട്ടിണി കിടന്നും ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചും ആമീൻ കടന്നിരുന്ന കാലം. ഇതിനേക്കാൾ വലിയ വലിയ വിപത്തുള്ള കാലങ്ങൾ ഭൂമിയിൽ വരാൻ പോകുന്നു. അതിനു മുൻപ് ഇവിടെ നിന്ന് സഭ മാറ്റപ്പെടും. പ്രാണനാഥൻ വരും, സഭയെ ചേർക്കും. ഈ നോഹയുടെ കാലത്ത് ജനം ഭയങ്കര ദുഷ്ടതയിൽ ഇങ്ങനെ ജീവിച്ച് പോകുമ്പോ ദൈവം നോഹയോട് പറഞ്ഞു, എടാ ഒരു പെട്ടകം ഉണ്ടാക്കിക്കും, എന്നിട്ട് നീയും കുടുംബമൊക്കെ ആ പെട്ടകത്തിനകത്ത് കയറിക്കും, രക്ഷപ്പെട്ടോ. ഞാന് വലിയ ന്യായവിധി ഭൂമിയിൽ മഴ പെയ്ച്ച് വെള്ളം കൊണ്ടൊരു ന്യായവിധി നടത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം നോഹയോട് പറഞ്ഞു. നോഹ അതനുസരിച്ചു. ഭൂമിയിൽ വരാനിരിക്കുന്ന വലിയ പ്രളയത്തിൽ നിന്ന് പെട്ടകം ഉണ്ടാക്കിയ നോഹ താനും തൻ്റെ കുടുംബവും താൻ പറഞ്ഞതനുസരിച്ച ചില മൃഗങ്ങളും ജന്തുക്കളും ഒക്കെ പെട്ടകത്തിനകത്ത് കയറി. ഭൂമിയിൽ ദൈവം മഴ പെയ്യിക്കാൻ തുടങ്ങി. ശക്തമായ, ഹല്ലേലൂയ, യേശുവിന് നന്ദി പറഞ്ഞാട്ടെ, ശക്തമായ മഴ പെയ്തു. വെള്ളം പൊങ്ങാൻ തുടങ്ങി. മനുഷ്യന്റെ ഉയരത്തിനും മീതെ, മനുഷ്യൻ പാർക്കുന്ന ഭവനങ്ങൾക്ക് മീതെ, വലിയ വലിയ വൃക്ഷങ്ങൾക്ക് മീതെ, സമുദ്രത്തിലെ വെള്ളം പോലെ കരയിൽ മഴ പെയ്ത വെള്ളം ശക്തമായി വ്യാപിക്കാൻ തുടങ്ങി. പെട്ടകത്തിന്റെ കതക് ദൈവം അടച്ചു. ഭൂമിയിൽ അവശേഷിക്കുന്ന പെട്ടകത്തിൽ കയറാത്ത സകലമാന മനുഷ്യരും ശ്വാസം കിട്ടാതെ വെള്ളത്തിനകത്ത് മരിക്കുകയാണ്. വെള്ളത്തിനകത്ത് പെട്ട് മരിക്കുകയാണ്. വെള്ളം കുടിച്ചു മരിക്കുകയാണ്. പക്ഷേ നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് സുരക്ഷിതമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഭൂമിയിലെ സകല വിപത്തുകളിൽ അകപ്പെടുവാൻ തന്റെ സഭയെ കർത്താവ് അനുവദിക്കാതെ പെട്ടകത്തിനകത്ത് കയറിയ നോഹയെ പോലെ, കുടുംബത്തെ പോലെ യേശുവിൽ വിശ്വസിക്കുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു സഭയെ അവൻ ചേർക്കാൻ വരാൻ പോകുകയാണ്. എന്തോ അടുത്ത ചില ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന അതികഠിന ഭയാനകമായ അവസ്ഥകളിലേക്ക് തന്റെ സഭ കയറിപ്പോകയില്ല. അതിനു മുൻപ് പ്രാണനാഥൻ വരും, സഭ എടുക്കപ്പെടും. ആർ യു റെഡി? നീ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നീ അവനോടുകൂടെ പറന്നുപോ. ആര് കയറിയാലും ആര് കയറിയില്ലല്ലോ,
നോഹയോട് പറഞ്ഞു ദൈവം, പെട്ടകം പണിതോ, റെഡി ആയിക്കോ, വെള്ളം വരാൻ പോകുന്നു, നീ കയറിക്കോ, കുടുംബം കയറിക്കോ. ആരൊക്കെ കയറുമോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, കയറേണ്ടുന്നവരെല്ലാം കയറിക്കോട്ടെ. പക്ഷേ മഴ വരുന്നതിന് മുൻപ് ആ പെട്ടകത്തിനകത്ത് കയറിയിരിക്കണം, ആ പെട്ടകം പണിതിരിക്കണം. ആ കയറിയിരിക്കുന്ന വ്യക്തികൾ വെള്ളത്തിന്റെ ന്യായവിധിക്കകത്ത്, മീൻസ് ദൈവാഴ്ച വെള്ളത്താലുള്ള ന്യായവിധിക്കകത്ത് അകപ്പെടാതെ അതിനകത്ത് രക്ഷ പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവർ അവനോടുകൂടെ പറന്നു പോകാൻ സമയമായി. ഈ ഭൂമിയിൽ മഹാകഷ്ടം വരാൻ പോകുന്നുണ്ട്. ഇന്നത്തെ ഈ കഷ്ടമൊന്നും അല്ല കേട്ടോ.